ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചെമ്മീനിലേക്ക് മസാല തേച്ച് കൊടുക്കാം. ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചെറിയ ജീരകപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, സിറക്ക എന്നിവ പേസ്റ്റാക്കി വെച്ചതാണ്. ഈ പേസ്റ്റ് ചെമ്മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല കേട്ടോ. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ടൈം മൂടി വെച്ച് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയി വരുന്ന ടൈം ചോറിനുള്ള അരി കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ചെമ്മീൻ തുറന്നു നോക്കി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം മൂടി കൊടുക്കേണ്ടതില്ല. ഇനി ചെമ്മീനിലെ വെള്ളം വറ്റി ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില, മല്ലിയില, ലെമൺ എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 7 സവാള, 4 വലിയ തക്കാളി, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 10 പച്ചമുളക്, ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ആദ്യം ബിരിയാണിക്കുള്ള റൈസാണ് റെഡിയാക്കുന്നത്. കാരണം ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലാണ് മസാല റെഡിയാക്കേണ്ടത്. അപ്പോഴാണ് ചെമ്മീൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. റൈസ് റെഡിയാക്കാനുള്ള നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ 1 പീസ് പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കണം. 1 ഗ്ലാസ് അരി എടുത്താൽ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞാൻ ഈ പാട്ടയിൽ 1 പാട്ട് അരിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതേ പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി കൊടുക്കാം. വെള്ളം തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെമ്മീൻ ഇടയ്ക്കിടെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മറന്നു പോവല്ലേ. ചെമ്മീൻ അധികം ഫ്രൈ ആവേണ്ടതില്ല. ഇത്രയും ആയാൽ മതി. ഇനി കോരി മാറ്റാം. ശേഷം ഇതേ ഓയിലിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ടൈം റൈസിന് വേണ്ടിയുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 മുറി ലെമൺ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാരാൻ വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോഴിവിടെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വരട്ടെ. അപ്പോഴേക്കും ചോറിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. സവാള നന്നായി വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതാ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ലോ ആക്കി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെമ്മീൻ മാത്രം മതി. മസാലയ്ക്ക് നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ചെമ്മീൻ പച്ചയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താലേ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. മസാലയിൽ കിടന്ന് ചെമ്മീൻ വെന്ത് വന്നാൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയ ശേഷം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്ത് കൊടുക്കാം. ചോറ് നന്നായി ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് ചോറ് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ശേഷം അതിനു മുകളിലായി മാറ്റി വെച്ച ചോറിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കാം.
ശേഷം ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഒരു ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്